പിന്നെ അത് കൂടാതെ മ്യൂസിക് മാത്രമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഗീത വിദ്യാലയം ഉണ്ട്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഇപ്പോൾ നിലവിൽ. അതെവിടെയാണ്? ഇത് പുനലൂരാണ്. അതായത് 1901 തുടങ്ങിയ സ്കൂളാണ്. 1901 തുടങ്ങിയ സ്കൂളാണ്. അതായത് രാജഭരണം നടക്കുന്ന കാലഘട്ടത്തിലുള്ള സ്കൂൾ. ഇപ്പം 123 വർഷം. അതിൻ്റെ ഒരു പിൻഗാമിയാണ്. അതിൻ്റെ പിൻഗാമിയാണ്. ഞാൻ 4ാമത്തെ തലമുറയാണ്. എൻ്റെ വലിയ മുത്തശ്ശൻ, എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അച്ഛൻ, ഇവരെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സാണ്. KPSC എന്ന് പറയുന്ന കേരള പീപ്പിൾ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടാവും. ഇതുണ്ടാവുന്ന പുനലൂരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് KPSC ആദ്യം രൂപപ്പെടുന്നത്. അന്ന് 1948 ഇതിൻ്റെ ആലോചനാ യോഗങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സംഗീത സ്കൂളിലാണ്. അപ്പം അന്നത്തെ കാലഘട്ടമൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയത് തൊട്ട് പറയില്ല. അപ്പോൾ അങ്ങനെ വന്ന ആ കാലയളവിലാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർത്തുന്നതിന് വേണ്ടിയായിട്ട് ഈ നാടക ട്രൂപ്പ് തുടങ്ങിയത്. അങ്ങനെ ആ നാടക ട്രൂപ്പിൽ ആദ്യത്തെ സംഗീത സംവിധായകനായിരുന്നു എൻ്റെ മുത്തശ്ശൻ രാമസ്വാമി ഭാഗവതർ. ഞാനും ചേട്ടനെ പോലെ അത്ര വലിയൊരു സംഗീത കുടുംബത്തിലുള്ള ആളാണ്. പക്ഷെ ഞാൻ ഒരു 25 ഏകദേശം 28-30 വർഷത്തിനടുത്താണ്. ഞാൻ പാടിയാണ് ജീവിക്കുന്നത്. പാട്ടുകാരനാണ്, ഓൾറെഡി പാട്ടുകാരനാണ്. അത് ചേട്ടനെ പോലെ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബേസ് ഒന്നും ഉള്ള ഒരാളല്ല. അത്യാവശ്യം തട്ടുപൊളിപ്പം പാട്ടിന്റെ ആളാണ്. അടിപൊളി പാട്ടുകൾ പാടുന്ന എല്ലാം പാടും, അത്യാവശ്യം എല്ലാം പാടും. പലരെയും പാടുന്നുണ്ട്. പക്ഷെ കാറ്റഗറൈസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ സ്റ്റേജിലാണോ? സ്റ്റേജ് സിംഗറാണ്. ഒരു തമിഴ്നാട്ടിലും പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഞാൻ സാഗര എന്ന് പറയുന്ന കേരളത്തിലെ ട്രിവാൻഡ്രത്തെ വളരെ പ്രശസ്തമായിരുന്നു. 38 വർഷം പഴക്കമുള്ള ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 14 വർഷം കൊണ്ട് പാടുന്ന ഒരാളാണ്. ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗ് എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടറും അതിലൊരു പ്രധാന വേഷമാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഹാഷിം ഷാ. അടിയന്തരാവസ്ഥക്കാലത്തെ നായകൻ്റെ അച്ഛനായിട്ട് വേഷം ചെയ്തതാണ്. ഞാൻ TS ജയരാജ്, മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ സ്വദേശം പുനലൂരാണ്. കൂടുതലും എറണാകുളം, ട്രിവാൻഡ്രം ആണ് കൂടുതലും ഉള്ളത്. പിന്നെ അത് കൂടാതെ മ്യൂസിക് മാത്രമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഗീത വിദ്യാലയം ഉണ്ട്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഇപ്പോൾ നിലവിൽ. അതെവിടെയാണ്? ഇത് പുനലൂരാണ്. അതായത് 1901 തുടങ്ങിയ സ്കൂളാണ്. 1901 തുടങ്ങിയ സ്കൂളാണ്. അതായത് രാജഭരണം നടക്കുന്ന കാലഘട്ടത്തിലുള്ള സ്കൂൾ. ഇപ്പം 123 വർഷം. അതിൻ്റെ ഒരു പിൻഗാമിയാണ്. അതിൻ്റെ പിൻഗാമിയാണ്. ഞാൻ 4ാമത്തെ തലമുറയാണ്. അപ്പോൾ എങ്ങനെയാണ് രണ്ടുപേരും ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഞാൻ അഷ്റഫൊക്കെയായിട്ട് വളരെ വർഷങ്ങളുടെ ബന്ധം എനിക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഈ സംഗീതം പാരമ്പര്യമായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് മുതൽ ഈ പാട്ട് പാടാനുള്ളൊരാഗ്രഹം വളരെ കൂടുതൽ. ഞാൻ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഇപ്പോൾ പാടിയാൽ നമുക്ക് യേശുദാസ് ആവാം, ശ്രീമാറാകാം. അപ്പം അങ്ങനൊരു ചിന്തയിലാണ് ഈ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പാട്ടുകാരനാവാൻ പറ്റിയില്ല. സോ ഒരു ഗോഡ് ബ്ലെസ്സിങ്ങിൻ്റെ അടുത്ത് പറയാൻ നമുക്കവിടെ കിട്ടിയത് ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പം അത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടത്, എൻ്റെ വലിയ മുത്തശ്ശൻ, എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അച്ഛൻ, ഇവരെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സാണ്. KPSC എന്ന് പറയുന്ന കേരള പീപ്പിൾ ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടാവും. ഇതുണ്ടാവുന്ന പുനലൂരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് KPSC ആദ്യം രൂപപ്പെടുന്നത്. അന്ന് 1948 ഇതിൻ്റെ ആലോചനാ യോഗങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സംഗീത സ്കൂളിലാണ്. അപ്പം അന്നത്തെ കാലഘട്ടമൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം കിട്ടിയത് തൊട്ട് പറയില്ല. അപ്പോൾ അങ്ങനെ വന്ന ആ കാലയളവിലാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർത്തുന്നതിന് വേണ്ടിയായിട്ട് ഈ നാടക ട്രൂപ്പ് തുടങ്ങിയത്. അങ്ങനെ ആ നാടക ട്രൂപ്പിൽ ആദ്യത്തെ സംഗീത സംവിധായകനായിരുന്നു എൻ്റെ മുത്തശ്ശൻ രാമസ്വാമി ഭാഗവതർ. അങ്ങനെ എൻ്റെ മകനാണ് ശരി ആദ്യ നാടകം പൊന്നൂർ ബാലൻ സാറിൻ്റെ വരികൾക്ക് സംഗീതം ചെയ്തുകൊണ്ട് അദ്ദേഹം ജൈത്രയാത്ര തുടങ്ങി ആദ്യത്തെ 6-8 നാടകങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതുപോലെ സർവേ കല്ല്, മുടിയനായ പുത്രൻ തുടങ്ങിയ ഒരുപാട് നാടകങ്ങൾ, ഒരുപാട് പാട്ടുകൾ അദ്ദേഹം സംഗീതം ചെയ്തു. പിന്നെ അച്ഛൻ സംഗീത സംവിധായകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം സംഗീത സംവിധായകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ വന്ന് ആ ഒരു പാരമ്പര്യമാണ് എന്നിലേക്ക് അറിയാതെ തന്നെ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്നുള്ള സിനിമ, അന്ന് പേരിട്ടിട്ടില്ല, അഷ്റഫക്ക എന്നെ വിളിക്കുന്നു. അഷ്റഫക്കയാണ് എന്നെ കൈ പിടിച്ചുകൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഫസ്റ്റ് ഫിലിമാണോ ഇത്? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അതിനുശേഷം ഇപ്പോൾ 2-3 സിനിമകൾ
ചെയ്ത് കഴിഞ്ഞു. ആ പാട്ടുകൾ കമ്പോസിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് ഫസ്റ്റ് സിനിമ അഷ്റഫക്കയുടെ കൂടെയാണ്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് സംഗീത സംവിധാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഗുരു എന്ന് സിനിമയിൽ എൻ്റെ ഗുരു എന്ന് പറയുന്നത് ജെറി അമൽദേവ് സാർ. അപ്പം ജെറിയെങ്കിൽ മാനസ ഗുരുവായിട്ട് ഞാൻ സങ്കല്പിച്ചു. എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ മോഹൻലാലിൻ്റെയൊക്കെ രണ്ടാമത്തെ ഫിലിമായിരുന്ന മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊക്കെ കേട്ടാണ് ഞാൻ കൂടുതൽ വളർന്നതും പാടിയതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ ഈ സിനിമയിൽ പ്രണയഗാനം, പ്രണയത്തിൻ പൂവേ എന്ന ഗാനം ഞാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ആദ്യം അഭിനയിച്ച സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമുണ്ട്, മഞ്ഞണിക്കൊമ്പിൽ. ആ രാഗത്തിലാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ വന്നതാണ്. ഹമീർ കല്യാണി എന്നാണ് രാഗത്തിൻ്റെ പേര്. ആ രാഗത്തിലാണ് പ്രണയത്തിൻ പൂവേ പ്രേമത്തിൻ തേനേ നീ എൻ മനസ്സിൽ കുളിർമഴയായി എന്ന് ഞാനത് കമ്പോസ് ചെയ്തു. ഇതാണ് എൻ്റെ അതിലേക്കുള്ള ഒരു വരവ്. പിന്നീട് സംഗീത കോളേജ് മ്യൂസിക് അക്കാഡമിയിലൊക്കെ എൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ സംഗീത കോളേജിലായിരുന്നു. പിന്നീട് ആകാശവാണി, ദൂരദർശനിലേക്ക് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇതാണ് എൻ്റെ ഒരു പശ്ചാത്തലം. താങ്കൾ എങ്ങനെയാണ്? ഞാൻ ഇതിപ്പോൾ ജയചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാനും ചേട്ടൻ പോലെ അത്രയും വലിയൊരു സംഗീത കുടുംബത്തിലുള്ള ആളല്ല. പക്ഷെ ഞാൻ ഒരു 25 ഏകദേശം 28-30 വർഷത്തിനടുത്താണ്. ഞാൻ പാടിയാണ് ജീവിക്കുന്നത്. പാട്ടുകാരനാണ്, ഓൾറെഡി പാട്ടുകാരനാണ്. അത് ചേട്ടനെ പോലെ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബേസ് ഒന്നും ഉള്ള ഒരാളല്ല. അത്യാവശ്യം തട്ടുപൊളിപ്പം പാട്ടിന്റെ ആളാണ്. അടിപൊളി പാട്ടുകൾ പാടുന്ന എല്ലാം പാടും, അത്യാവശ്യം എല്ലാം പാടും. പലരുടെയും പാടുന്നുണ്ട്. പക്ഷെ കാറ്റഗറൈസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ സ്റ്റേജിലാണോ? സ്റ്റേജ് സിംഗറാണ്. ഒരു തമിഴ്നാട്ടിലും പിന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും. ഞാൻ സാഗര എന്ന് പറയുന്ന കേരളത്തിലെ ട്രിവാൻഡ്രത്തെ വളരെ പ്രശസ്തമായിരുന്നു. 38 വർഷം പഴക്കമുള്ള ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു 14 വർഷം കൊണ്ട് പാടുന്ന ഒരാളാണ്. പിന്നെ ഈ സിനിമയിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഭിനേതാവായിട്ടാണ്. അഭിനേതാവായിട്ടാണോ? പാട്ടുകാരനായിട്ടേ അല്ല. സംഭവമേ ഇല്ല. വേറെ ഒന്നുമല്ല. അഷ്റഫ് ഞാനും കുറേ കാലത്തിന് മുമ്പ് ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എപ്പി ഫ്രണ്ട്സാണ്. പക്ഷേ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അഷ്റഫ് ഏതെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഒരു തമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു കമൻസ് ഒക്കെ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇതുപോലെ പ്രോഗ്രാം ഞാൻ പോകാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് 11:35 ട്രെയിനിൽ കയറി. ഞാൻ 2:30 ആയപ്പോൾ തിരുനെല്ലിയിലെത്തി. നല്ല വിശപ്പ്, 2:30 മണിയായി. കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് പോകുമ്പോൾ എനിക്ക് കോൾ. അപ്പോൾ നമുക്ക് ട്രൂ കളറുണ്ട്, ആലപ്പി അഷ്റഫ് എന്ന് ഓൾറെഡി പേര് വന്നു. അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കറിയാം, എനിക്ക് വേറെ ആലപ്പി അഷ്റഫ് എന്ന് വേറൊരു മനുഷ്യനും പരിചയമില്ല ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനത് ഇതുപോലെ ഞാനൊരു പുതിയ പടം ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ആദ്യം ചോദിച്ചു. ഞാൻ പിന്നെ 100% താല്പര്യമേ ഉള്ളൂ. അഭിനയിക്കാൻ താല്പര്യമുണ്ട്, താടി മുടിയൊക്കെ എപ്പോഴും ഉണ്ട്, അങ്ങനെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതുപോലെ സിനിമ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇല്ല, എഫ്ബിയിൽ മാത്രം കണ്ടിട്ടുണ്ട്. താടി മുടിയൊക്കെ ഫോട്ടോസ്, അല്ലാതെ ഉള്ള ഫോട്ടോസ്, എല്ലാ ഫോട്ടോസും. എനിക്ക് തോന്നുന്നു അതിനകത്ത് തിരുവത്താഴത്തിന്റെ സീനകത്തൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്തു. ഒരു താടിയോ വെപ്പും മുടിയോ ഒന്നുമില്ല, ഒറിജിനൽ ആയിട്ട് പക്ക വിഷ്വൽ ബ്യൂട്ടി പക്ക ചെയ്തിട്ടുള്ളൊരു സിനിമ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു അശ്വതയെ സംബന്ധിച്ചിടത്തോളം അല്ല, അതിനകത്ത് യേശുക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, ഞാൻ അതേ തിരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അത് കറക്റ്റ് യേശുക്രിസ്തുവായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഹാഷിം ഷാ ഇവിടെ ഒരു ഇതുണ്ട്. അല്ല, ഞാൻ പോലും അന്തമിട്ട കാര്യം എന്താണെന്നറിയോ? അപ്പൊ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മോനെ നമുക്ക് എനിക്ക് നേരിട്ടൊന്ന് കാണണം പറഞ്ഞു. നമ്മൾ ശരിയൊക്കെ ഞാൻ വരാം. അപ്പൊ ആ സമയത്ത് സമയം കൂടെയാണ്, തമിഴ്നാട് സീസണാണ്. അപ്പൊ നമ്മുടെ ഉപജീവന മാർഗം അതാണല്ലോ, ഒന്നും അറിയത്തില്ല. അപ്പം ഇതുപോലെ അവിടെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഈ അന്ന് വിളിക്കുന്നത് ഒരു 9-ാം തീയതിയോ 10-ാം തീയതിയോ ആണെന്ന് ഓർമ്മ. അപ്പൊ അന്ന് മുതൽ അതിന്റെ തലേദിവസം ഉണ്ടായിരുന്ന പ്രോഗ്രാം അതിന് വീട്ടിൽ വന്നിട്ട് ഞാൻ പോകുന്നതാണ്. അന്ന് മുതൽ 28-ാം തീയതി കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഈ ദിവസം വരെ എനിക്ക് വരാൻ പറ്റില്ല. ഞാനൊരു ഫിലിം ഡയറക്ടറിന്റെ അടുത്താണ് പറയുന്നത്. എനിക്ക് മനസ്സിലൊരു പേടിയുണ്ട്, സിനിമയിൽ നല്ലൊരു ഇത് വരുമ്പോ ഫസ്റ്റ് പടം, ആദ്യ പടം. ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് ഞാൻ ഫസ്റ്റ് മുതലേ പാടുമായിരുന്നു. എൻ്റെ ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ പോലെ യാതൊരു പിന്നെ എന്താ പറയുക ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിലുള്ള ആളൊന്നുമല്ല. അത്യാവശ്യം അപ്പം ചെറുതായിട്ട് അങ്ങനെ മൂളിപ്പാട്ട് പാടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്കൊരു പാട്ടിൻ്റെ ഉള്ള ഒരു പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു മേഖല വെച്ച് ഒരു 10-14 വയസ്സ് മുതലേ പാട്ടാണ്. പാട്ട് മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ആദ്യം. മിമിക്രിയിൽ സ്റ്റേറ്റ് വിന്നറായിരുന്നു. തീർച്ചയായിട്ടും 2 വർഷം സ്റ്റേറ്റ് വിന്നറായിരുന്നു. ഞാൻ പഠിക്കുന്നത് സ്റ്റേറ്റ് വിന്നറാണ്, ചെറിയ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എല്ലാം കിട്ടൂ. ഏതെങ്കിലും ഒരു ഏറ്റവും കൂടുതൽ അന്ന് ചെയ്തിരുന്ന എന്താ വെച്ചാൽ അന്നൊക്കെ ഈ എന്താ പറയാ
അന്നിപ്പോൾ എന്തോ ചെയ്തെന്ന് പോലും ഇപ്പോൾ ഒരു പിടിയില്ല. അന്ന് നമ്മുടെ സുരാജ് ഏട്ടൻ പറഞ്ഞ ഒരു അതായത് പുള്ളി ഈ കേരളോത്സവത്തിന് ഫസ്റ്റ് വാങ്ങിച്ചൊരു മിമിക്രി ഐറ്റമുണ്ട്. അതിനെ പുള്ളി ഒന്ന് ഡെവലപ്പ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നു. അത് ഞാൻ അവതരിപ്പിച്ചു, എനിക്ക് ഫസ്റ്റ് കിട്ടി. 2 വർഷം തുടർച്ചയായിട്ട് ആ സാധനം തന്നെ ചെയ്തു. അതിൽ കുറച്ചുകൂടെ പിറ്റേ വർഷം കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതുപോലെ അത് കഴിഞ്ഞ് പറഞ്ഞ് വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം തിരുനെൽവേലി കിടക്കുമ്പോൾ ഞാൻ എറണാകുളത്ത് ഒന്ന് കാണുന്നത് വലിയൊരു കഷ്ടമാണ്. ഞാൻ പറഞ്ഞു അത് 28 വരെ പേടിച്ചാണ് പറഞ്ഞത്. അത് ആ പേടി ഇപ്പോഴും ഉണ്ട്. ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ സംസാരിച്ചാണോ? ഇപ്പം സംസാരിക്കും ഫോണിൽ സംസാരിക്കും. ജസ്റ്റ് ഒന്ന് കാണുമല്ലോ ഞാൻ എത്ര തടിയുണ്ട് പൊക്കമുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഒരു ജീസസ് ആയിട്ടൊക്കെ ഒരു ജീസസായിട്ട് തോന്നണമല്ലോ. അല്ല അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് പോലും അങ്ങനെ തോന്നുന്നില്ലല്ലോ ആ സമയം. അല്ല കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കാണാൻ ഇങ്ങനെ ജീസസിന്റെ ഒരു ചെറിയ കട്ടുണ്ട്, പിന്നെ ജയസൂര്യയുടെ കട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അതൊന്നും ഇതാക്കില്ല, കാരണം വേറെ ഒന്നുമില്ല, കാര്യമില്ലല്ലോ. മുമ്പിൽ നിന്ന സമയത്താണ് പറഞ്ഞെങ്കിൽ ശരി ഒന്ന് ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു വിവരങ്ങൾ ചെയ്യാൻ കഴിയും. അതും ഇല്ല. അപ്പൊ ശരി ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ വന്ന് കാണാം, പക്ഷെ 28 വരെ പറ്റില്ല. പറഞ്ഞാൽ ഞാൻ ഇവിടെ ചിത്രാഞ്ജലിയിൽ വരുന്നുണ്ട്, അപ്പോൾ ആ ഒരു ദിവസം ട്രിവാൻഡ്രം വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. ശരി ഓക്കെ അതും ഓക്കെ ഡാ. അപ്പം തിരുനെൽവേലിയിൽ നിന്ന് ട്രിവാൻഡ്രം വരാൻ വലിയ പ്രശ്നമുള്ള സംഭവമല്ല. നമുക്ക് രാവിലെ വന്നിട്ട് കണ്ടിട്ട് പോയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു മറ്റന്നാൾ ട്രിവാൻഡ്രം വരുന്നുണ്ട്, 3 ദിവസം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനും നോക്കി, ശരി ഈ ദിവസം പോവാം. ശരി ഓക്കെ വന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ അതിൽ ആർട്ട് ചെയ്തിരുന്നു സുനിലേട്ടനും ഉണ്ടായിരുന്നു. അപ്പം വന്ന് കണ്ടു പുള്ളി ഓക്കെ. അപ്പം പറഞ്ഞാൽ 22 വയസ്സായ ഒരു പയ്യൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ ജീസസിൻ്റെ ഒരു സംഭവം മുടിയൊക്കെ ഒന്ന് അഴിച്ചിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് ഇപ്പോഴും ഇങ്ങനെയാണ് സംഭവം. കഴിച്ചു ഓക്കെ. അവന് വജ്രം പോലെ ഉറപ്പാണ്, പടത്തിൽ നീയുണ്ട്, ഇതാണ് വേഷം. അതൊരു ബൈബിൾ നാടകത്തിലെ ജീസസ് ആയിട്ട് അഭിനയിക്കുന്ന ഇംഗ്ലീഷ് പടം. നാടകകലാകാരനാണ്. സബ്ജക്ട് അതിൽ നാടകകലാകാരനാണ്. നാടകം അഭിനയിച്ച് ദരിദ്രനായി പോയ ഒരു പാവപ്പെട്ട കല. അങ്ങനെ ഒരു കാരണം വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള വേറെ എന്താ പറയാ, ഒരുപാട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. ഒരു സോഫ്റ്റ് ആയിട്ട് മകന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതാണ്. പക്ഷെ അത് ഒരുപാട് സിനിമയിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. എങ്കിലും കുറെ ഉണ്ട്. ഒരു പാവപ്പെട്ട ഒരു നാടക കലാകാരൻ, ഒരു ബൈബിൾ നാടകത്തിൽ അഭിനയിക്കും, ജീസസ് വേഷം ചെയ്ത് ഒരു കലാകാരൻ. എന്താ പറയാ, ഞാൻ ഈ പറഞ്ഞ കണക്ക് മിമിക്രിയിൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും അത് വർഷം ഒരുപാടായി. ആ ഒരു ഇതൊന്നും ഇല്ല. വിടാൻ കാരണം എന്താണ്? വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അന്നൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഈ സരിക എന്ന് പറഞ്ഞ സരിക എന്ന് പറഞ്ഞ മ്യൂസിക്കിലാണ് ഒരു വർഷം ഒരു 300-400 പ്രോഗ്രാം വരെ ഉണ്ടാവും. അതും സീസൺ സമയത്താണ് ഇത്രയും പ്രോഗ്രാം. ആ സമയത്താണ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കുന്നതിൻ്റെ ഒരു മാത്രമായിട്ട് അവർ തന്നെ ഗാനമേള തുടങ്ങിയപ്പോൾ സരികയിൽ നിന്നാണ് ഗാനമേളയിലോട്ട് പിന്നെ എൻ്റെ ഫുൾ ടൈം ഗായകനായിട്ട് ഞാൻ മാറി. അവിടെ നിന്നിപ്പോൾ സാഗര എന്ന് പറഞ്ഞാൽ രാഗമാലികയിൽ ഒരു 7 വർഷം പാടിയിട്ടുണ്ട്. സാഗരയിൽ വന്നിട്ട് 14 വർഷമായി. സരികയിൽ 2-3 വർഷം പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടുകാരനായിട്ട് തമിഴ്നാട്, ഇവിടെ വിദേശ പരിപാടികൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. ഇപ്പം ഇതിപ്പോൾ പഴയ കാലത്തെ ഒരു ഇതാണല്ലോ, അപ്പോൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തപ്പോൾ എത്രത്തോളം സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു? അതിനകത്ത് പറയുമ്പം എനിക്ക് 1-2 കാര്യം പറയേണ്ടി വരും. കാരണം വെച്ചാൽ അഷ്റഫക്ക എനിക്ക് ആദ്യം തരുന്ന സത്യത്തിൽ ഈ പാട്ടായിരുന്നു, വേറൊരു പാട്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വരി തന്നു, ടൈറ്റസ് അച്ചാനും എനിക്ക് വരി തന്നു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ സത്യത്തിൽ അതിനകത്ത് ആദ്യം എനിക്ക് തരുന്ന വഴി പ്രണയമാകുന്ന തോണിക്കാരി എന്ന് പറയുന്നൊരു പാട്ടാണ്. അപ്പം ഞാൻ നമുക്കിത് സിറ്റുവേഷൻസ് പറഞ്ഞു തരും, അപ്പോൾ അതിനനുസരിച്ച് സംഭവം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരു ചലഞ്ചാണ്, നിസ്സാരമായ കാര്യമല്ല. അപ്പം ഞാൻ ആ സിറ്റുവേഷൻസ് വരണം, അതിൻ്റെ ആ ഫീല് വരണം. ഈ 70, 80, 90s പറഞ്ഞില്ല, 70, 80s ഉള്ള ആ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ആ ഒരു ഫീൽ അതിനകത്ത് വരണം. ആ വരിയുടെ മീനിങ് അതിനകത്ത് ഉൾക്കൊള്ളണം. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ BST ഓർക്കസ്ട്രേഷൻ എല്ലാം കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തെടുത്തിട്ട് ചെയ്യും. പക്ഷേ എനിക്കിവിടെ വന്നൊരു ചലഞ്ച് ലൈവ് ഓർക്കസ്ട്രേഷൻ. ലൈവ് തന്നെയാണ്, എല്ലാം ലൈവാണ്. ഓർക്കസ്ട്ര ആയാലും ലൈവാണ്, ആർട്ടിസ്റ്റുകളായാലും എല്ലാം ലൈവ്. ഒന്നും പോലും ഡൂപ്പില്ല. ഇതിന് 2 സീൻസ് ഉണ്ട്, അതുപോലും ഒരു ഡൂപ്പിന് പോലും ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകം എല്ലാം ലൈവായിട്ടാണ് അഷ്റഫൊക്കെ ഇതിൽ ചെയ്തിരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഞാൻ ഈ പാട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത് വേറെ 2 പേര് പാടുന്നതിന് ബുദ്ധിമുട്ടില്ല. പ്രണയമാകുന്ന തോണിക്കാരി എന്നാണ് ഈ പാട്ട്. തരരരാര താരരിരരര നിന്റെ ഈ യാത്ര പ്രാണപ്രിയനുമായി നിന്റെ ഈ യാത്ര, ഇതായിരുന്നു ഞാൻ സത്യത്തിൽ നമ്മുടെ ഈ പടത്തിന് വേണ്ടി ചെയ്ത ആദ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് എൻ്റെ പറഞ്ഞാൽ സിറ്റുവേഷൻസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, നമ്മൾ പാട്ടൊന്ന് മാറ്റിച്ചു.
ഞാൻ ആകെ ടെൻസ്ഡായി. എന്നുവെച്ചാൽ അത്രയും എഫേർട്ട് എടുത്തൊരു സംഭവമാണ്. എന്ത് ലൈവായിട്ട് ചെയ്യുന്നത് ചെയ്തതാണ്. അല്ല, അത് ഞാൻ കമ്പോസിങ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പാട്ട് തന്നത്. അങ്ങനെയാണ് പ്രണയത്തിൻ പൂവേ ജനിക്കുന്നത്. പ്രണയത്തിൻ പൂവേ എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻസ് എനിക്കൊരു വെല്ലുവിളിയാണ്. കാരണം ഒന്ന് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഞാൻ പഴയ കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞു പോലെ, പക്ഷേ അതിനകത്ത് കായൽ തീരത്തുള്ള 1-2 സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സീക്വൻസ് എനിക്കൊരു വെല്ലുവിളിയാണ്. അത് കിട്ടുന്നത് എനിക്ക് ലാസ്റ്റ് ടൈമിലാണ്. അപ്പോൾ പാട്ടെല്ലാം കമ്പോസ് ചെയ്തു. ഈ പാട്ട് എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ആ സിറ്റുവേഷൻസ് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് വളരെ ശ്രമഫലമായിട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിയില്ല. വൈകുന്നേരം ഒരു 6 മണിക്ക് കമ്പോസിങ് ഞാൻ തുടങ്ങിയിട്ട് വെളുപ്പിന് 7:30-8 മണിയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ ഭാര്യ ലക്ഷ്മി എന്നെ വിളിച്ചു, ചേട്ടാ എന്താ ഉറങ്ങാത്ത, ഇത് സമയത്രേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഷ്റഫയ്ക്കൊക്കെ കൊടുത്ത വാക്ക് പാലിക്കണം. ഞാൻ ഉദ്ദേശിച്ച അപ്പം ഏതാണ്ട് ഒരു 10-98 ട്യൂൺ ഇട്ടു. ഇതെല്ലാം ഈ പടത്തിന് ഒരു 98 ട്യൂണുകൾ ഞാൻ ഇട്ടു. ഇതെല്ലാം എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. മൊബൈൽ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയും. അവസാനം ഞാനിതെല്ലാം കിട്ടി തൃപ്തനല്ല. ഞാൻ തൃപ്തനല്ല. മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ തൃപ്തനല്ല. അങ്ങനെയാണ് അവസാനം ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ ഹാർമോണി അതങ്ങനെ ഉപയോഗിക്കാറില്ല. എൻ്റെ മുത്തശ്ശൻ്റെ ബ്ലെസ്സിങ് അതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് KPSCയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഹാർമോണിയം അതിപ്പോഴും ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് ആലോചിക്കണം. ഒരു നൂറ്റാണ്ടിൽ പഴക്കമുണ്ട്. അപ്പോൾ ആ ഹാർമോണിയം ഞാൻ അന്ന് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ എനിക്കൊരു ഭയങ്കര വേദന, എനിക്ക് കിട്ടുന്നില്ലല്ലോ ദൈവമേ. അപ്പം എൻ്റെ അടുത്ത് ചേട്ടാ ഇത്രയും ട്യൂൺ ഇട്ടില്ല, അതിനകത്ത് ഏതെങ്കിലും പോരെന്ന് വെച്ചപ്പോൾ എനിക്ക് തൃപ്തന ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ തൃപ്തനായില്ലെങ്കിൽ പിന്നെ മറ്റൊരു പറഞ്ഞിട്ട് കാര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കായിരുന്നു. മുത്തശ്ശൻ്റെ ഹാർമോണിയം ഒരിക്കലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു. അത് അറിഞ്ഞുകൊണ്ടല്ല. ആ ഹാർമോണിയത്തിൽ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അതെടുത്ത് എൻ്റെ പൂജാമുറിയിലേക്ക് വന്നു. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. എങ്ങനെയോ ഒന്ന് വന്ന് ഒരു 3 മിനിറ്റ്സ് കൊണ്ടാണ് ആ പാട്ട് കമ്പോസിങ് ചെയ്തത്. രാത്രി രാവിലെ നിന്ന് കിട്ടാത്ത സാധനം ആ 3 മിനിറ്റിനുള്ളിലാണ് ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്തത്. അത് അപ്പോഴും തന്നെ മൊബൈൽ കോപ്പി ചെയ്ത് ഞാൻ മറന്നു പോവുകയും ചെയ്തു. അങ്ങനെയാണ് പ്രണയത്തിന് പൂവേ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് അഷ്റഫയ്ക്ക് ഇഷ്ടപ്പെട്ടു, കൈ കാണിച്ചു, സൂപ്പർ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് പിന്നീട് ഒരു ചലഞ്ചും കൂടെ വന്നതായിരുന്നു. നമ്മുടെ അതിനകത്തൊരു തോണി പോകുന്ന ഒരു രംഗമുണ്ട്, നായികയുടെ ഏലയിൽ ഒരു സംഭവം ഏലയിലും ഒരു സംഭവം ചേർന്നുണ്ടത്. അത് എനിക്കൊരു വെല്ലുവിളിയാണ്. കാരണം ഒരു സാധാരണഗതി പണ്ട് മുതലേ ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ട്യൂണുകൾ ഇതേ സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവം വേണം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഈ പറയുന്ന ആ ഹമ്മിങ് ജനിക്കുന്നത്. ആ ഹമ്മിങ് ജനിക്കുന്ന സമയത്ത് ഞാൻ കോവിഡായിട്ട് കിടക്കുന്നു. ഞാൻ കോവിഡായിട്ട് കിടക്കുകയാണ്, ഹമ്മിങ് ജനിക്കും. അങ്ങനെ ആ ബെഡിൽ കിടന്നുകൊണ്ട് ചെയ്ത ഹമ്മിങ്ങാണ് അത്. പിന്നീട് എൻ്റെ തങ്കച്ചേട്ടനാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത്. പറയാതിരിക്കാൻ വൃത്തിയില്ല. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന C. തങ്കരാജ്. തങ്കച്ചേട്ടൻ എൻ്റെ ഗുരുനാഥനാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. തങ്കച്ചേട്ടൻ മലയാളത്തിൻ്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് BGM ചെയ്ത ആളാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. കൂട്ടത്തിൽ വേണമെങ്കിൽ ഞാനത് പറയാം. ഓ മൃദുലേ, അതിൻ്റെ BGM ശരിക്കും തങ്കച്ചേട്ടനാണ്. അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ BGM ചെയ്ത ആളാണ് നമ്മുടെ എൻ്റെ ഈ പാട്ടിന് പിന്നെ കമ്പോസ് ഓർക്കസ്ട്ര ചെയ്ത തങ്കച്ചേട്ടനാണ്. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ തമ്മിൽ വേറൊരു ബന്ധം വരും. തങ്കച്ചേട്ടൻ്റെ ശിഷ്യനാണ് ഞാൻ. ഇതെല്ലാം ഇപ്പോൾ വരുമ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഞാൻ അതായത് ഞങ്ങളൊരു 2008-ലാണോ 2009 ഞാനത് പാടി കുറച്ച് ശ്രുതിയൊക്കെ ഒന്ന് സെറ്റാക്കാം. അത്യാവശ്യം തങ്കച്ചേട്ടൻ അസാധ്യമായിട്ട് ഹാർമോണിയം എന്ന് പറയുന്ന സാധനം കൈ കൊടുത്താൽ ഒരു പാട്ട് കേട്ടാൽ സാധാരണ ഓരോരുത്തർ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടാണ് നോട്ട് ഇടുന്നത്. സാർ ഒരു പാട്ട് കേട്ടാൽ വായിച്ചൊന്നും നോക്കില്ല. കറക്റ്റ് അവിടെ ചുമ്മാ സാറേ എനിക്ക് ഈ പാട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തരുമോ സാറേ, നീ പാട്ട് ഇടണമെന്ന് പറയാം. പാട്ട് പറഞ്ഞ ബുക്കിൽ എഴുതി അന്ന് നീ വായിച്ചു നോക്കുന്നത് നമ്മൾ കറക്റ്റ് വായിച്ചാൽ സാറ് ഹാർമോണിയത്തിൽ തൊട്ടിട്ടുള്ളൂ. പക്ഷെ ഹാർമോണിയം ഒരു വിഷയമില്ല. പക്ഷെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കാര്യം ഈ ഇതുവരെ ഹാഷിമെ വേറൊരു കാര്യം ഓർമ്മ എന്താ അറിയോ, 94-ലാണ് ഞാൻ തങ്കച്ചേട്ടൻ്റെ അടുത്ത്, 94-ലാണ് തങ്കച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഹാർമോണിയം പഠിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ അന്ന് ഈ സംഗീതഭ്രാന്ത് ഉള്ളതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്നെങ്കിലും എനിക്ക് മ്യൂസിക് എന്ന് പറയുന്നൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ ഈ കമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തങ്കച്ചേട്ടൻ അന്ന് എന്നെ പഠിപ്പിച്ച് എഴുതി തന്ന പേപ്പർ ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് 29-30 വർഷത്തോളം ആയെന്ന് ആലോചിക്കുന്നു. എനിക്ക് എഴുതി തന്നിട്ട് 3 പതിറ്റാണ്ടോളം ആയ സംഭവം എനിക്ക് തന്നിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് ആ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ തങ്കച്ചേട്ടൻ ഇതിനകത്ത് ഓർക്കസ്ട്രേഷൻ ചെയ്തപ്പം
ഫുള്ള് വയലിനല്ല ലൈവ്, ഫ്ലൂട്ട് ലൈവ്, തബല എല്ലാം കംപ്ലീറ്റ് അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു എൻ്റെ ഓർക്കസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിലുള്ള വയലിൻ്റെ പാത്തോസൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫാസ്റ്റായിട്ട് വരുന്ന പാത്തോസൊക്കെ, അതൊക്കെ ഒരു പ്രത്യേക തരത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സംഭവമായിരുന്നു. ഇങ്ങനെയാണ് ആ പാട്ട് ചെയ്തത്. കുറെ ഫിലിമിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന പടത്തിൽ. മാട്ടുപ്പെട്ടി മച്ചാനാണ് അദ്ദേഹം ആദ്യം ചെയ്ത സിനിമ. അതിന് തൊട്ട് കുറേ മൈ ഡിയർ കരടി കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവരാജ മാസ്റ്റർ മുതൽ ഇന്ന് ഞാനടക്കമുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അദ്ദേഹം വർക്ക് ചെയ്തു എന്നുള്ള ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ സിനിമ അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം സിനിമയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാൻ അല്ലെങ്കിൽ പറയാനുള്ളത്? സിനിമ എന്നേക്കാൾ കൂടുതൽ പറയാനത് ആഷിം ഷാ ആയിരിക്കും. ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരു വളരെ മനോഹരമായ, കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പം എൻ്റെ രാജ്യത്തരാണെന്ന് ചോദിക്കണ്ട, നമ്മൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ നമുക്ക് ആളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രേമം തോന്നി കഴിഞ്ഞാൽ വാട്സപ്പ് ഇന്ന ദിവസം ഇപ്പം ആ നിമിഷം കാണണമെന്ന് വെച്ചാൽ അപ്പോഴും കാണാം. പണ്ട് അങ്ങനെയല്ല, കത്തെഴുതി ഇവിടെ എവിടെയാണ് പോണ വഴിക്ക് ഇവിടെ ഇങ്ങനെ അവിടെ എടുക്കുന്നു, അപ്പം അത് പറ്റിയാൽ എടുക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ആളെടുക്കുന്നു, ആ പ്രാണിനാശമുള്ള പോകും. അത് 2-ാം ദിവസം എടുത്തു കഴിഞ്ഞാൽ അത് വ്യാഴാഴ്ച ഇന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് കാണും. ആ ഒരാഴ്ച കാമുകനായാലും കാമുകയായാലും അവർക്കൊരു ഒരാഴ്ച കണ്ണും മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കണ്ടാൽ അതും ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന് വേറെ കാര്യമുണ്ട്, ആ ഒരു നോട്ടം ഉണ്ടല്ലോ, അത് മതിയായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രണയം. ഇന്ന് ഒരു 10 സെക്കൻഡ് കൊണ്ട് 10 വർഷത്തെ ബന്ധമാണ്. ഇന്നത്തെ കാര്യമല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക് എന്ന് വേണ്ട, ചാറ്റ് ചീറ്റ് ഓട്ടം വിളി വെക്കാളെ അടിനാശം വെള്ളപ്പൊക്കാൻ. പണ്ടത്തെ പ്രണയത്തിന് അത് പക്ഷെ അത് പക്ക ഒപ്പി എടുത്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പഴയ പ്രണയം സത്യമാണ്. ഇന്നത്തെ പ്രണയം സത്യമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പറയില്ല. എല്ലാവർക്കും ഇല്ല. 100-ൽ 99% അന്നത്തെ പ്രണയം സത്യമാണ്, ഒരു സംശയം. കാരണം വെച്ചാൽ അന്ന് നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറയണം, ഒന്ന് കാണണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു ആഴ്ചയെങ്കിലും നമ്മൾ എടുക്കും. കാരണം വെച്ചാൽ ഒന്നുകിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്താൽ നമ്മുടെ വീട്ടിൽ വന്ന് കിളയാര് പൊക്കി അല്ലെങ്കിൽ കിളവനാര് പൊക്കിയാൽ, അത് പെൺപിള്ളേരുടെ വീട്ടിലാണ് മെയിൻ പ്രശ്നം, നമ്മുടെ വീട്ടിലായാലും. അന്നൊരു കത്ത് വന്നതിന് അപൂർവങ്ങളിൽ ഹാർഷ്യമിൽ ഒരു കത്ത് വന്നു, അപ്പം CCTV 1000 വന്നു കഴിഞ്ഞാൽ ആരുടെ കത്ത് അയച്ചത് ചോദിക്കും. ഇങ്ങനെയാണ് സംഭവം, ഹാർഷ്യമിൽ കത്ത് വന്നു, അതൊരു പെണ്ണാണെന്ന് തോന്നുന്നത്. അതൊരിത് അത് അതിലുപരി പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോഴേ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, നീ എവിടെ ചോറ് കഴിച്ച മീൻ ചാള എന്തുണ്ട് ശരി അടിപൊളിയെ അവിയലുണ്ടായിരുന്നു. ഇതാണ് അന്നത്തെ മറ്റേന്ന് വെച്ചാൽ ഒരു ആഴ്ച ഒരു മാസം അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പ്രണയത്തിന് അതിനൊരു വല്ലാത്തൊരു സുഖമുണ്ട്. അത് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ പയ്യന്മാരത് അങ്ങനെ ഒരു പരിധിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ന്യൂ അല്ല എന്താ പഴയ ഒരുപാട് ഓർമ്മയില്ലാത്ത ആൾക്കാർക്ക് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ക ഈ പടത്തിൽ കറക്റ്റായിട്ട് ചെയ്യുന്നു. അതിലുപരി അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന പ്രണയമാണ്. അപ്പം അത്രത്തോളം പ്രശ്നമുള്ളതാണ്. കാരണം നമ്മുടെ അടിച്ചം ഒരു എന്താ പറയുക, എല്ലാം നമ്മുടെ കൊറോണ കാലത്ത് നമ്മളെല്ലാം കൂട്ടിയിട്ടിരുന്ന ഒരു സംഭവമാണ്. ഒരുമിച്ച് കൂടാൻ പോലും പറ്റാത്ത പഴയ പടങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് വെല്ലുവിളിയുള്ള കാര്യം. അതെ അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. പക്ഷെ എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് പറയാൻ നല്ല ഒരുപാട് അത് ഇടയ്ക്ക് പറയാൻ ഒരുപാട് എത്രയോ പടം പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും റിസ്ക്കും പെയിനും എടുത്തിട്ട് പടം വേറെ ഇല്ല. പുള്ളി എത്രയോ വലിയ നസീർ സാറിനെ വെച്ച് കാലേട്ടനെ വെച്ച് ഒക്കെ പടം ചെയ്ത ആളാണ്. പക്ഷെ പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും പെയിനും റിസ്ക്കും ഉള്ള ഒരു പടം ഇതുവരെ ലൈഫിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ റിസൾട്ട് എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് 100% ഞങ്ങളുടെയും പൂർണ്ണമായ വിശ്വാസമാണ്. ഉറപ്പായിട്ടും നല്ലൊരു വിജയം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പ്രതീക്ഷ. ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുമ്പോൾ പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഈ കൂട്ടത്തിൽ അങ്ങനെ എടുക്കാനൊരു മനസ്സുള്ള ഒരാൾ വേണ്ടേ? എന്നും ഒരേ ആൾക്കാർ തന്നെ പോരല്ലോ. അപ്പം ഞാനും ഹാഷിം ഷായും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നായികന്മാർ പലരും അതിനകത്ത് കൊണ്ടുവരാൻ അഷ്റഫൊക്കെ കാണിച്ച ആ ഒരു മനസ്സിനെ അഭിനന്ദിക്കാതെ നിവർത്തിയില്ല, പറയാതിരിക്കാൻ പറ്റും. അഷ്റഫൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്ന സ്റ്റാർ ആയിട്ടില്ല.
അല്ലേ? പിന്നീടാണ് സൂപ്പർ സ്റ്റാർ. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് മുകേഷ്, ജഗതി, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു മാടപ്രാവിൻ്റെ കഥ, വനിതാ പോലീസ്, പിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, എന്നിഷ്ടം നിന്നിഷ്ടം തുടങ്ങി ഒരുപാട് സിനിമകൾ. അത് എന്നിഷ്ടം നിന്നിഷ്ടം എടുത്ത് പറയാൻ നിവർത്തിയില്ല. മേക്കിലേക്ക് എന്താണ് നല്ല രസമുണ്ട്. രണ്ടുപേരും പാടാവോ ആ പാട്ട്? ഗായകനാണ്, പാടിച്ചില്ലെങ്കിൽ നമുക്ക് നാണിക്കടാ. ഹമ്മിങ് പാടിയപ്പോ തന്നെ നല്ല പാടിച്ചില്ലെങ്കിൽ നമുക്ക് നാണിക്കടാ. ഞാൻ ഓൾറെഡി പിന്നെ എന്താ പറയുക മെലഡി ടൈപ്പ് പാട്ട് പാടുന്ന ഒരാൾ പാടാറുണ്ട്. വേണ്ട ഇനി വരുമല്ലോ, ഇനി അടുത്ത് പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് ഒരു ദിവസം പാടി തകർക്കാനുള്ളൊരു കൂടുതൽ തീർച്ചയായിട്ടും അങ്ങനെ കാണാം. കാരണം വെച്ചാല് ആലപേശ്വരക്ക് എന്ന് പറഞ്ഞൊരു ഒരു സംവിധായകൻ ഇത്രയും വലിയൊരു റിസ്ക് മീൻസ്, കാരണം വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞു ഇത്രയും വലിയ സ്റ്റാറുകളെ വെച്ച് പടം ചെയ്ത പുള്ളിക്ക് ഈ ഒരു സിനിമ അതൊരു വെല്ലുവിളിയാണ്. കാര്യം വെച്ചാല് ഇത്രയും റിസ്ക് എടുത്തൊരു പടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആരെന്ന് വെച്ചാൽ പിന്നെ പുള്ളി ഒന്നും കാണാതെ അല്ലല്ലോ ചെയ്യുന്നത്. പുള്ളിക്ക് അറിയാം എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത്. ബാക്കിയുള്ളവരും അതിനോട് വളരെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തവരും ചുമ്മാ എടുത്തിട്ടില്ല. അവരും ഇത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമാണ് എന്ന് ഒരു ഇത് അതുപോലെ ഒരു കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ഇതിന്റെ നിർമ്മാതാക്കൾ കുര്യച്ചായന്, അതുപോലെ ടൈപ്പിസച്ചായന്, പിന്നെ വരികൾ എഴുതിയ അദ്ദേഹം, കഥ അദ്ദേഹത്തിന്റെ. അപ്പം അവര് ഇത്രയും റിസ്ക് എടുത്ത് പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് ഇത്രയും ഹാഷിം പറഞ്ഞതുപോലെ ഇത്രയും സ്ട്രെയിൻ ചെയ്തിട്ടൊരു പിക്ചർ പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോഴേ അത് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അഷ്റഫ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റാർ എത്ര വേണമെങ്കിലും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് ഇന്നൊരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്. ഞാൻ ജനിച്ചത്, ഒരു ഹാഷിം ഷാ ജനിച്ചത്, ഒരു ഗോപിക ജനിച്ചത്, അല്ലെങ്കിൽ ഒരു നിഹാൽ ജനിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ ജനിച്ചത്. അതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ അദ്ദേഹം പുതിയതാണ്. അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മനസ്സ് വേണം, അത് എല്ലാവർക്കും കിട്ടത്തില്ല. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അഷ്റഫൊക്കെ എപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, മനസ്സിൻ്റെ ഭാഷയിൽ എന്നും കടപ്പെട്ട ഒരു നന്ദിയുള്ളവർ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഇന്റർവ്യൂ തന്ന നിങ്ങൾക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിനും ഒക്കെ ഞങ്ങളുടെ ആശംസകളും നന്ദിയും. നിങ്ങൾക്ക് ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ കിട്ടട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുടർന്ന് പാട്ടും അഭിനയം താല്പര്യമുണ്ടോ? അഭിനയമൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ കൂടുതൽ എനിക്ക് എന്തായാലും മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ഹരമായി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പാരമ്പര്യമായി എനിക്ക് കിട്ടിയതാണ്. പിന്നെ പാട്ട് പാടാറുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ TS ജയരാജ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ വരുന്നേക്ക് ഇടാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പുതിയതായിട്ട് വന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം എന്താണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്നുള്ളത്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള, നല്ല കഴിവുള്ള, നല്ല സിംഗേഴ്സിനെ എനിക്കൊരു സമയത്ത് ദൈവം അനുവാദം തരികയാണെങ്കിൽ ഞാനും ഇതുപോലെ നല്ല നല്ല കഴിവുള്ളവരെ കൊണ്ടുവരുന്നതിന് ഞാൻ ശ്രമിക്കും. ഞാനതുപോലെ ഈ സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ വന്ന് അപ്പം ശ്രമിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒന്നും വലിയ ഗൗരവം ഉള്ളൊരു സംഭവമായിട്ടല്ല, സത്യം ഉള്ള കാര്യം അതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ വന്ന. അപ്പം മക്കളെ പോലെ ഉള്ള അന്ന് ഇത് തുടങ്ങുകയാണ്, പൂജയാണ്. ഞാൻ വരാമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് കൂടെ എടുത്തോണം, അവിടെ റൂമിലിടാനുള്ള ശരി ഓക്കെ എല്ലാം കെട്ടി കിടക്കൊക്കെ എടുത്ത് വരാണ്. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം യൂട്യൂബ് ചാനലിലൊക്കെ അത്യാവശ്യം കുറച്ച് തക്ഷശില കലാഗ്രാമം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നൊരു സ്വന്തമായി നമ്മുടെ ചേട്ടച്ചേ നടത്തുന്നൊരു ചെറിയൊരു ചാനലുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം കുഞ്ഞു കോമഡി പ്രോഗ്രാംസുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. കോമഡി പ്രോഗ്രാം അത്യാവശ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത്, കോമഡി അല്ലെങ്കിൽ കൊടൂരം വില്ലൻ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. ഞാൻ അങ്ങനെയൊക്കെ ഉദ്ദേശം സിനിമ അതൊക്കെ പറയും. ഇവിടെ വന്നപ്പോഴെന്ന് വെച്ചാൽ പക്ക, കാരണം വെച്ചാൽ ലോകം ആരാധിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപം, അതായത് ജീസസിന്റെ ആ ഒരു വേഷം ചെയ്ത് പറഞ്ഞാൽ നാട്ടിലൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ജീസസിന്റെ ഒരു വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ അതുപോലെ ഇരിക്കുകയാണ്. അത് ആദ്യമേ ഞാൻ പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ അന്തപ്പെട്ട കാര്യം വേറെ ഒന്നുമില്ല. അതിനകത്ത് നമ്മളെന്താ പറയാ, ഞാൻ കൂടുതൽ നന്നായിട്ട് കോമഡി പറയുന്ന ആളാണ്. തമാശ കാര്യങ്ങളൊക്കെയാണ്. ലൈഫ് മൊത്തം ട്രാജഡി ആണെങ്കിലും നമ്മുടെ എല്ലാവരും ബാക്കിയുള്ളവർ സഹകരിക്കുന്നത് തമാശയൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒരു സംഭവത്തിൽ പ്രതീക്ഷിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഓവർ ചിരിയൊന്നുമില്ല, എപ്പോഴും മുഖം കറക്റ്റ്. പക്ഷെ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്ന് എന്തോന്നറിയോ, അത് പിന്നെ ഹാഷിം ഇത് പറയുമ്പോൾ ഞാൻ പ്രൊഫഷണലായിട്ട് ആദ്യം സംഗീത സംവിധാനം ചെയ്യുന്നത്, ആദ്യത്തെ സംഗീത സംവിധാനം ചെയ്യുന്നത് ഞാൻ പഠിച്ചൊരു ചെമ്മന്തൂർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് പുനലൂർ, എൻ്റെ സ്കൂളാണ്. അപ്പം അവിടെ ടാബ്ലോയ്ക്ക്, അത് സുകുമാര സാറ് ശങ്കരിയമ്മ ടീച്ചറും രണ്ടുപേരും എൻ്റെ ഗുരുക്കന്മാരാണ്.
ഇവർ യേശു ക്രിസ്തു ക്രൂശിലേറുന്ന ഒരു സീനാണ് ഈ ടാബ്ലറ്റ്. അന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത് പോവുകയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ വർഷം എനിക്ക് തോന്നുന്നു 94 ആണെന്നാണ് എൻ്റെ ഓർമ്മ. 94 അവരിത് പോകുന്നത്. ഞാനന്ന് ട്രിവാൻഡ്രത്താണ്, സംഗീത കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം എപ്പോൾ സുമാർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു 4 വരി എഴുതി. ഈ 4 വരി കൃത്യമായിട്ട് 1 മിനിറ്റാണ് ടാബ്ലോയുടെ സമയം, കർട്ടൻ ഉയർന്ന് താഴെ വരുന്നത്. ഈ സമയം കൊണ്ട് കൃത്യമായിട്ട് എനിക്കൊരു കമ്പോസിങ് ചെയ്തു തരണം എന്നൊരു കുട്ടിയെ കൊണ്ട് പാടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ചെയ്ത എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ കമ്പോസിങ്. അപ്പം അതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എഴുതി ചെയ്യും. കാൽവരിക്കുന്നിൽ പാപികൾ തൻ കരങ്ങളാൽ ക്രൂശിതനായ യേശുദേവാ, നിൻ ചൈതന്യം എന്നും ഞങ്ങളിൽ ചൊരിയേ. ഇത് അന്നത്തെ സമയത്ത് ഞാൻ ഇതാണ് എൻ്റെ ആദ്യത്തെ സംഗീത സംവിധാനം. ഇന്ന് ഈ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന പ്രണയകഥയാണ്. ഈ പടം അപ്പുറത്തും ഒരു ജീസസ് ഇരിപ്പുണ്ട്. സത്യം പിന്നീട് സിനിമയായിട്ട് ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാനൊന്ന് നല്ല നല്ല ഷുവറിങ് ബാക്കി ഒന്ന് അഷ്റഫിക്ക് എന്താണ് പറയുക എന്നുള്ളത്. ഞാൻ കൂടുതൽ അഷ്റഫിക്കായിട്ട് കമ്പനി ആവാനുള്ളൊരു ശ്രമം, എങ്ങനെ വഴക്ക് കുറയ്ക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ആദ്യ ദിവസമൊക്കെ വലിയ പ്രശ്നമില്ല, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ചെറുതായി ജസ്റ്റ് ഒന്ന് കരയുന്നു, വണ്ടി കയറി പോകുന്ന ആ ഒരു ടോണിച്ചേട്ടനോട്ടാണ് ഫസ്റ്റ്. ഞാൻ ടോണിച്ചേട്ടൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് മൂവി ക്യാമറയിൽ മുമ്പ് ഞാൻ നിൽക്കുന്ന ചേട്ടൻ്റെ കൂടെയാണ്. അനുഗ്രഹം ഉണ്ടാവണമെന്ന് നമ്മൾ അനുഗ്രഹം വാങ്ങിച്ചാണ് പണി തുടങ്ങുന്നത്. പിന്നെ ആയപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഓരോരുത്തരും പറഞ്ഞു ആ ക്യാരക്ടറായിട്ട് മാറുക. സത്യം പറയാൻ ഒരു 40 ദിവസമോ 42 ദിവസവും കൊണ്ട് ഞാൻ അവിടെ ഉണ്ടാക്കി. തിരിച്ചു പോയി ഒരാഴ്ച വരെ ആ ഒരു ഇതിൽ നിന്ന് ഒന്ന് മാറാനൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ വലിയ സംഭവമല്ല എന്ന് സത്യം അതാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു മൂടായിരുന്നു. പക്ഷെ എന്നാലും അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫിക്ക പറഞ്ഞു തന്നത്, പുള്ളി പറയുന്നത് പുള്ളിയുടെ മനസ്സിൽ എന്താണുള്ളത് നമുക്ക് മൊത്തം ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു 50% ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ഒപ്പിയെടുക്കാൻ പറ്റിയ വിജയിച്ചു. അതാണ് കറക്റ്റ് വേ. അല്ലാതെ പിന്നെ അത് ചിലപ്പം സ്നേഹത്തോടെ പറയും. എന്റെ കഴുത്തിലൊരു വള്ളി ഇങ്ങനെ ഇട്ടിട്ട് ഇക്കാന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ദേഷ്യത്തിൽ പറയാം. പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇവർ അഭിനയിക്കുമ്പോഴും ആ വള്ളി ചിലപ്പോൾ അവരുടെ അദ്ദേഹത്തിന്റെ അത് അങ്ങനെയല്ല. നമ്മളൊരു ചെറിയ നമ്മുടെ കണ്ണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇമ വെട്ടുന്നത് പോലും പുള്ളി അത് കറക്റ്റ് പക്കാ വാച്ചിങ് ആണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. 1-2 തവണയൊക്കെ നന്നായിട്ട് പറയും. ശേഷം കുറച്ച് ദേഷ്യം, അത് ദേഷ്യപ്പെടുമ്പോഴാണെങ്കിൽ നമ്മൾ കുറച്ച് ശരിയാക്കണം. ഞാൻ മാത്രം ശരിയാക്കുമ്പോൾ കൂടെ വയ്ക്കുന്നവരും കൂടെ ശരിയാക്കട്ടെ. പലതെപ്പോഴും അങ്ങനെ ആയിട്ടുണ്ട്. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞില്ല, എല്ലാവർക്കും പേടിയാണ്. ഡയറക്ടർ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെയാണ്. ഞാൻ അശ്വൽക്കാരുടെ കൂടെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ പോലും വിളിക്കാതെ പറഞ്ഞില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട്. വേറെ കൊണ്ടല്ല, പുള്ളി അടിക്കപ്പെട്ടു അങ്ങനെയുള്ള ഒരു പേടിയല്ല, ബഹുമാനം കൊണ്ടുള്ള. സ്വാതന്ത്ര്യം തരുന്നുണ്ട്, നല്ല സ്വാതന്ത്ര്യം സ്ട്രിക്റ്റ് ആണെങ്കിലും. അതൊക്കെ കൊണ്ടാണ് പാട്ട് ഇങ്ങനെ ചെയ്ത് ഇവർ അഭിനയിക്കുന്നതിനൊക്കെ ഒരു പോസിറ്റീവ് തിങ്ക് നമുക്കുണ്ടായി. പക്ഷെ പുള്ളി അത് മോറിയറിയിൽ ഇന്ന സാധനം തന്നെ വേണമെന്ന് വെച്ചാൽ അത് ആ സാധനം ഉണ്ടായാലും കാര്യം നടക്കും. അല്ലാതെ മോറിയറി വെച്ച് എങ്ങനെയും തിളപ്പിച്ചിറക്കണം പരിപാടി നടക്കത്തില്ല. അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റും. എന്തായാലും ഇതൊരു വലിയ വിജയമാവും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. സത്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പിന്നെയും വന്നതാണ്. ശരി, ആദ്യം അഭിനയിച്ച സിനിമ ഒന്ന് റിലീസായിട്ട് മതി, ഇങ്ങനെയുള്ള ബാക്കി എന്തെന്നുള്ളൊരു നിലപാടിലാണ് ഞാൻ. അത്യാവശ്യം വേറെ ഒന്നുമില്ല, അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടിമുട്ടിയൊക്കെ അങ്ങ് ജീവിച്ച് പോകാം. പിന്നെ അത് പടം വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞങ്ങളും കാത്തിരിക്കുകയാണ്. വളരെ അടുത്തു 22-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകൾ പടം വരുന്നതിന് വേണ്ടി ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അതെ, അപ്പോൾ എന്തായാലും സിനിമ ഗംഭീര വിജയമാവട്ടെ. ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും.